കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി ചട്നി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പച്ചമുളകും സവോള ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ചെറുതാക്കി അരിഞ്ഞതാട്ടോ. അത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ചട്ടി ചൂടാകുമ്പോഴത്തേക്കിന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. വാട്ടിയല്ല, ഒരുവിധം മൂത്ത് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കണേ. അപ്പം നമ്മളിത് പൊട്ടുകടല വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. പൊട്ടുകടല നമുക്ക് ഇതെല്ലാം വഴന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ചട്നി റെഡിയാകും കേട്ടോ. ഇത് ശരിക്കും തേങ്ങ അരച്ച അതേ ചട്നിയുടെ ടേസ്റ്റ് കേട്ടോ. തേങ്ങ ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ ഇതുപോലെ പൊട്ടുകടല ഇരിപ്പുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചട്നി ഉണ്ടാക്കി നോക്കാം. ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചട്നി കേട്ടോ. അപ്പം ഒരു തവണ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ സവോളയൊക്കെ ചെറുതാക്കി ഒന്ന് കളർ മാറി വന്നപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തേലും അളവ് വേണോ അതിനനുസരിച്ച് സവോളയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ അളവ് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ സവോളയുടെ ഒരു പകുതി എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ സവോള നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണേ. അപ്പം അടിയിൽ കുറച്ച് എണ്ണയൊക്കെ ബാലൻസ് വന്നിട്ടുണ്ട്. ആ എണ്ണ നമുക്ക് കടുക് താളിക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ ആ എണ്ണയിൽ നിന്ന് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇങ്ങനെ കോരി മാറ്റിയെടുക്കുവാണേ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ചൂടാറിയതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത്. ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടുകടല, നമ്മുടെ മെയിൻ ഐറ്റമായ പൊട്ടുകടല അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. പൊട്ടുകടലയൊക്കെ നമുക്ക് അധികം വേണമെങ്കിൽ സവോളയുടെയും അതിൻ്റെ എല്ലാം അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ടുകടലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അധികം വെള്ളം ഒഴിക്കരുത്. അധികം വെള്ളം ഒഴിച്ചാൽ അരിഞ്ഞ് കിട്ടാൻ വേണ്ടി പാടായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. ഇതിപ്പോൾ നമുക്ക് തേങ്ങ ഇല്ലാത്തവർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നി കേട്ടോ. ശരിക്കും തേങ്ങ അരച്ച ആ ഒരു ടേസ്റ്റ് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു കളറ്, പച്ച കളറ്. നമ്മൾ തേങ്ങയൊക്കെ അരച്ച് കഴിയുമ്പോൾ പച്ചയും വെള്ളമൊക്കെ കൂടിയ കളറില്ലേ, സെയിം ആ കളറാട്ടോ. പിന്നെ നമ്മൾ അതിന് കടുക് തളിക്കാൻ പോവാണേ. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച അതേ ചട്ടിയിൽ ആ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് സവോളയും വറ്റമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് അരിഞ്ഞത് ആ കടുകിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പം എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവോള നന്നാക്കി കുഞ്ഞാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ആണെങ്കിൽ നല്ലതാട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കളർ മാറി മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ നന്നായിട്ട് അരച്ച് നമ്മുടെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടുകടലയും സവോളയും പച്ചമുളകും ഇഞ്ചിയും ആ പേസ്റ്റില്ലേ അതും കൂടി ഇതിനകത്തേക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഒത്തിരി തിളപ്പിക്കരുത്. ഒത്തിരി തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ പൊട്ടുകടല അങ്ങ് കുറുകിപ്പോകും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, തിളപ്പിക്കരുത് കേട്ടോ, ഒത്തിരി തിളപ്പിക്കരുത്. ഒന്ന് പതുക്കെ ഒന്ന് തിള വന്നാൽ മതി കേട്ടോ, അല്ലെ ഇത് അടി പിടിക്കുവേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊട്ടുകടല ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാർ ലൈക്ക് അടിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്